ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. ഹരാരയിൽ ഇന്ത്യൻ ടീമിനെ തകർത്ത് സിംബാബ്വെ 13 റൺസിന്റെ വിജയം നേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ത്യൻ യുവതാരങ്ങൾക്ക് കാലിടറി എന്ന് തന്നെ പറയാം. ഇന്ത്യൻ ടീമിനെ എറിഞ്ഞു വീഴ്ത്തി എന്ന് തന്നെ പറയാം സുഹൃത്തുക്കളെ. സിംബാബ്വെയുടെ ബോളിംഗ് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. അവരുടെ ക്യാപ്റ്റൻ തന്നെ സിക്കന്ദർ റാസയാണ് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. റാസ 3 വിക്കറ്റുകളാണ് എടുത്തത്. അവസാന ഓവറുകളിൽ വാഷിംഗ്ടൺ സുന്ദർ ഒന്ന് ശ്രമിച്ചെങ്കിലും പക്ഷേ ഇന്ത്യയെ കരകയറ്റാനായില്ല. ടോസ് നേടി ബൗളിംഗ് ചൂസ് ചെയ്ത ശുഭ്മാൻ ഗില്ലിന് ആദ്യ ഇന്നിങ്സിലെ കണക്കുകളെല്ലാം ശരിവെച്ചു. കാരണം ഇന്ത്യൻ ബൗളേഴ്സ് നന്നായി ബോൾ ചെയ്തു. എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ലായിരുന്നു. അഭിഷേക് ശർമ്മ ഡക്കിനായിരുന്നു ഔട്ടായത്. 4 ബോൾ ഫേസ് ചെയ്ത് ഒരു റണ്ണ് പോലും എടുക്കാതെയാണ് അഭിഷേക് ശർമ്മ ഔട്ടായത്. തുടക്കത്തിൽ തന്നെ വിക്കറ്റ് വീഴ്ച. തുടർന്നങ്ങനെ ഓരോരുത്തർ പോവുക. ശുഭ്മാൻ ഗില്ല് മാത്രമാണ് അവിടെ പിടിച്ചതെന്ന്. എന്നാൽ ശുഭ്മാൻ ഗില്ലും ഒടുവിൽ കീഴടങ്ങി. അതിനുശേഷം വന്ന വാഷിംഗ്ടൺ സുന്ദർ ഒപ്പം ആവേശ് ഖാനും 2 ബൗണ്ടറിയൊക്കെ നേടിയെങ്കിലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം 102 ഓൾ ഔട്ട് ആക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിനെ സിംബാബ്വെ. എക്സെപ്ഷണൽ ബോളിംഗ് എന്ന് തന്നെ പറയുന്നത്. അവരുടെ ഫീൽഡിങ്ങും ഒരു രക്ഷയില്ല. കൃത്യമായ പ്ലാനിംഗ് ആണ് അവർ നടത്തിയത്. ഒപ്പം ഈ പിച്ചിന്റെ ബിഹേവിയറും അവർക്ക് നല്ലതുപോലെ അറിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത് സിംബാബ്വെയുടെ ആദ്യത്തെ വിജയമാണ് ഇന്ത്യക്കെതിരെ. ഇതൊരു ഇന്ത്യൻ സീനിയർ ടീം അല്ലെങ്കിലും താരങ്ങളാണെങ്കിലും അവർ വളരെ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ്. IPL പോലുള്ള ബിഗ് ടൂർണമെന്റുകൾ കളിക്കുന്ന താരങ്ങളാണ്. അവർക്കുമേൽ ഈ വിജയം കൈവരിച്ചത് വലിയ സംഭവം തന്നെയാണ്. റിയലി അപ്രിഷ്യേറ്റ് സിംബാബ്വെ. അങ്ങനെ 5 മത്സരങ്ങൾ അടങ്ങിയ സീരീസിൽ അവർ 1-0 മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ്, നമുക്ക് സ്കോർ കാർഡിലേക്ക് കടക്കാം. ആദ്യം ബാറ്റ് ചെയ്ത മധ്വിര 22 ബോളിൽ നിന്ന് 21 റണ്ണാണ് അദ്ദേഹം നേടിയത്. ഇന്നസെന്റ് കയ്യ ഡക്കിനാണ് അദ്ദേഹം പുറത്തായത്. ബ്രയാൻ ബെന്നറ്റ് നല്ല ഷോട്ടുകളാണ് കാഴ്ചവെച്ചത്. 15 ബോളിൽ നിന്ന് 22 റണ്ണാണ് അദ്ദേഹം നേടിയത്. അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ 19 ബോളിൽ നിന്ന് 17 റൺസാണ് അദ്ദേഹം നേടിയത്. ഡിയോൺ മേയേഴ്സ് 22 ബോളിൽ നിന്ന് 23 റൺസാണ് അദ്ദേഹം നേടിയത്. ജോണതൻ ചാം അദ്ദേഹത്തിന് റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ക്ലീവ് മെഡന്റെ അവരുടെ വിക്കറ്റ് കീപ്പർ 29 റണ്ണാണ് അദ്ദേഹം നേടിയത്. അങ്ങനെ പോകുന്നു സിംബാബ്വെയുടെ ബാറ്റിംഗ്. അവസാനം 20 ഓവർ കഴിഞ്ഞപ്പോൾ അവർ 115 റണ്ണാണ് നേടിയത്, 9 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്ത്യയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ രവി ബിഷ്ണോയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. കാരണം 4 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. 13 റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ. ഒപ്പം ഖലീൽ അഹമ്മദ് 3 ഓവറിൽ 28 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. വിക്കറ്റൊന്നും എടുക്കാൻ സാധിച്ചില്ല. മുകേഷ് കുമാർ 3 ഓവറിൽ 16 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 1 വിക്കറ്റാണ് അദ്ദേഹത്തിന് നേട്ടം. ആവേശ് ഖാൻ 4 ഓവറിൽ 29 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. ഇനി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ സ്കോർ കാർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ഞാൻ പറഞ്ഞതുപോലെ അഭിഷേക് ശർമ്മ ഒരു റണ്ണ് പോലും അഭിഷേക് ശർമ്മയ്ക്ക് എടുക്കാൻ സാധിച്ചില്ല. എല്ലാവരും നോക്കിക്കാണുന്ന ഒരു പ്ലെയറും കൂടിയായിരുന്നു അഭിഷേക് ശർമ്മ. ഒപ്പം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 29 ബോളിൽ നിന്ന് 31 റൺസാണ് അദ്ദേഹം നേടിയത്. ഒരു ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചെങ്കിലും സിക്കന്ദർ റാസ ബൗൾഡ് ചെയ്യുകയായിരുന്നു ശുഭ്മാൻ ഗില്ലിനെ. ഋതുരാജ് ഗെയ്ക്വാഡ് 9 ബോളിൽ നിന്ന് 7 റൺസാണ് അദ്ദേഹം നേടിയത്. റയാൻ പരാഗ് 3 ബോളിൽ നിന്ന് 2 റൺസ് മാത്രമേ പരാഗിനെ എടുക്കാൻ സാധിച്ചുള്ളൂ. പരാഗിന്റെ ഈ കുറച്ച് ട്രോളുകളും കാര്യങ്ങളൊക്കെ. ധ്രുവ് ജൂറൽ 14 ബോളിൽ നിന്ന് 6 റൺസ് മാത്രമേ ധ്രുവ് ജൂറൽ എടുക്കാൻ സാധിച്ചുള്ളൂ. റിയലി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു അത്. അടുത്തതായി വാഷിംഗ്ടൺ സുന്ദർ 34 ബോളിൽ നിന്ന് 27 റൺസാണ് നേടിയത്. അവസാനം ഓവർ വരെ വാഷിംഗ്ടൺ സുന്ദർ ചെറുത്തു നിന്നെങ്കിലും അദ്ദേഹത്തിന് ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. രവി ബിഷ്ണോയ് 8 ബോളിൽ നിന്ന് 9 റൺസാണ് അദ്ദേഹം നേടിയത്. ആവേശ് ഖാൻ ആവട്ടെ കുറച്ച് ഷോട്ട് ഉതിർത്തെങ്കിലും 12 ബോളിൽ നിന്നും 16 റൺസാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. 2 ബൗണ്ടറിയൊക്കെ അദ്ദേഹം നേടിയിരുന്നു, അടുപ്പിച്ച് 2 ബൗണ്ടറി. അത് മുകേഷ് കുമാറിനും ഖലീൽ അഹമ്മദിനും റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ല.
അപ്പോൾ ഗൈസ്, സിംബാബ്വെ ഈ 5 മത്സരത്തിൻ്റെ സീരീസിൽ 1-0 ലീഡ് ചെയ്ത് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത മത്സരം ജൂലൈ 10 നടക്കുന്നത്. ബുധനാഴ്ചയാണ് മത്സരം നടക്കുന്നത്. ആ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇന്ത്യ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലു ക്രിക്കറ്റ് വേൾഡ്.